ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് ഒരു യൂസ്ഡ് ഹൗസിൻ്റെ ദൃശ്യങ്ങളാണ്. നല്ലൊരു യൂസ്ഡ് ഹൗസ്, അതായത് ഈ സ്ഥലങ്ങളൊക്കെ കൂടുതൽ വേണ്ടിയവർക്ക് കൃഷി ചെയ്യാൻ സ്ഥലം വേണം എന്നാൽ നമുക്ക് വലിയ ബഡ്ജറ്റിലുള്ള ഒരു വീടിൻ്റെ സ്ഥലവും ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി കുറഞ്ഞ ബഡ്ജറ്റിൽ കൂടുതൽ സ്ഥലവും താമസിക്കാൻ ഒരു വീടും, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇത് 55 സെൻറ്റ് സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 ബെഡ്റൂമുകളുള്ള ഒരു യൂസ്ഡ് ഹൗസിൻ്റെ ദൃശ്യങ്ങളാണ്. നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജാണ്. മുറ്റം വരെ ടാർ റോഡാണ് പഞ്ചായത്ത് റോഡ്. ആ റോഡിലൊക്കെ ഇച്ചിരി ഈ പൈപ്പ് മാന്താനായിട്ട് മണ്ണെടുത്ത് ഇട്ടിരിക്കുന്ന അതുകൊണ്ട് നമുക്ക് ടാറിങ് അല്ലെന്ന് തോന്നും. എല്ലാം ടാർ ചെയ്തിരിക്കുന്ന പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് തീർന്ന് ഇരിക്കുന്ന വീടാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയും കൂടിയാണ്. വെള്ളപ്പൊക്ക ഭീഷണി ഒരിക്കലും ഉണ്ടാകാത്ത പ്രദേശം. അതുപോലെ തന്നെ മുറ്റത്ത് നമുക്ക് നല്ല കിണർ വെള്ളമുണ്ട്, ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളത്തോടു കൂടി നല്ലൊരു മനോഹര വീടും 55 സെൻറ്റ് സ്ഥലവുമാണ്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ അയർക്കുന്നം റൂട്ടിൽ, കിടങ്ങൂർ സിഗ്നലിൻ്റെ അവിടുന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരം അയർക്കുന്നം റോഡിൽ പോയിട്ട് നമ്മൾ 1 കിലോമീറ്റർ ദൂരം ഉള്ളിലേക്ക് പോയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ ബസ് റോഡിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഈ റോഡിൽ കൂടി പോവുകയാണെങ്കിൽ വീടിൻ്റെ ഇരു സൈഡിലും നല്ല പോഷ് വീടുകളാണ്. എല്ലാം വലിയ വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള 55 സെൻറ്റ് സ്ഥലവും ഒരു യൂസ്ഡ് ഹൗസിൻ്റെ ദൃശ്യങ്ങളാണ്. അതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂകളാണ്. ഈ വീട് വാർക്കയും ഓടും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലൊക്കെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, ആസ്പെറ്റോസ് ഷീറ്റ്. അതുപോലെ തന്നെ മുൻവശത്ത് സിറ്റ് ഔട്ടൊക്കെ വാർക്കയാണ്, ഒരു റൂമും വാർക്കയാണ്, ബാക്കിയുള്ളതൊക്കെ ഓടയിലാണ്. അതുപോലെ തന്നെ ഇതിന് സ്ഥലത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു വീടുമാണ്. അതുപോലെ തന്നെ നമുക്ക് ആട്ടുംകൂട്, ആടിനെയോ പശുവിനെയോ ഒക്കെ വളർത്താൻ പറ്റുന്ന രീതിയിൽ ആട്ടുംകൂട് ഇപ്പോൾ ഓൾറെഡി അവർ ആടിനെ വളർത്തുന്നുണ്ട്. അങ്ങനെ വീടിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പം കാണുന്നത്. ഇങ്ങോട്ട് നമുക്ക് മൊത്തം 55 സെൻറ്റ് സ്ഥലത്തോളം ഉണ്ട്. നമുക്ക് കൃഷി ആവശ്യങ്ങൾക്ക് കൃഷി നോക്കി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വീടും സ്ഥലവും നോക്കുന്ന ആൾക്കാർക്ക് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വീടും സ്ഥലവുമാണ്. ഈ വീടിന് സ്ഥലത്തിനൂടി സെല്ലർ ചോദിക്കുന്ന വില 52 ലക്ഷം രൂപയേ ഉള്ളൂ. വിലയിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതുമാണ്. അങ്ങനെയുള്ള നമുക്ക് ഈ കൂടുതൽ സ്ഥലത്തോട് താല്പര്യമുള്ള ആൾക്കാരുണ്ട്. കട്ടപ്പന ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ, കട്ടപ്പന ഭാഗത്തു നിന്നൊക്കെ വരുന്ന, ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് കൂടുതൽ സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ പറ്റിയാൽ അവരൊക്കെ കൂടുതൽ സ്ഥലത്ത് ജീവിക്കുന്നതിൻ്റെ പുറത്ത് അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടി പറ്റിയ ഒരു വീടും സ്ഥലവുമാണ്. കാരണം കൃഷി ചെയ്യാനുള്ള സ്ഥലവും ഉണ്ട്, താമസിക്കാൻ പറ്റുന്ന നല്ലൊരു വീടുമുണ്ട്. ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ടാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയർ സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം. അതുകൊണ്ട് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സഹകരിക്കണം. ഇതാണ് നമ്മുടെ വീട്. ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കാണുമ്പോൾ നമുക്ക് ഗസ്റ്റ് ലിവിങ് ഏരിയയാണ്. നമ്മൾ കയറി ചെല്ലുമ്പോഴേ നമുക്കുള്ള നമ്മുടെ അതിഥികളൊക്കെ വന്നാൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല വലുപ്പമുള്ള ഒരു ലിവിങ് ഏരിയ ആണ്. അതുപോലെ തന്നെ ആ കാണുന്നത് ഇത് ഈ പഴയ നിരയായിട്ടുള്ള വീടാണ്. അറ ഇല്ലെന്നേ ഉള്ളൂ, നിര. ഈ വീടിൻ്റെ നമ്മുടെ ലിവിങ് ഏരിയയുടെ ഒരു സൈഡ് തടികൾ കൊണ്ടാണ് അതിൻ്റെ വോള് തീർത്തിരിക്കുന്നത്. അങ്ങനെ നിരയൊക്കെ ഉള്ള ഒരു പഴയ വീട്. അതുപോലെ തന്നെ സീലിംഗ് എല്ലാം അടിച്ച് നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന വീടാണ്. നമുക്കൊരു 4-5 റൂമുണ്ട്. അതിൻ്റെ റൂം പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്റൂം തന്നെ നമുക്ക് പറയുവാണെങ്കിൽ 4 ബെഡ്റൂമുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് സ്പേസ് വേറെ ഉണ്ട്, ഡൈനിങ് ഹാള്. ഇതാണ് നമ്മൾ ആദ്യത്തെ ഒരു ബെഡ്റൂമാണ്. ഇത് ആ കാണുന്ന എല്ലാം തടികൾ കൊണ്ടാണ് അതിൻ്റെ ഭിത്തി നമ്മൾ വോള് തീർത്തിരിക്കുന്ന. പഴയ അറയും നിരയെന്നൊക്കെ പറയുക, പക്ഷേ ഇത് അറയില്ലെന്നേ ഉള്ളൂ, നിര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒട്ടും ചൂടേൽക്കാത്ത രീതി, നല്ല AC-യുടെ ആവശ്യമില്ല എങ്കിൽ തന്നെ അത്ര തണുപ്പാണ്. എത്ര നല്ല ചൂടത്ത് വന്നാലും നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്ന റൂമുകളോടെ ഇങ്ങനത്തെ 2 റൂമുണ്ട്. നിരയുടെ ഭാഗമായിട്ട് നിര ചെയ്തിരിക്കുന്ന 2 റൂമുകൾ, അടുത്തടുത്ത 2 റൂമുകളുണ്ട്. അത് നമുക്ക് ലിവിങ് ഏരിയയിൽ നിന്നാണ് ഈ 2 റൂമിലേക്കുള്ള പ്രവേശനം. ഇതാണ് രണ്ടാമത്തെ റൂമാണ്. ഇതുപോലെയുള്ള 2 റൂമുകൾ, പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള വേറെ 2 റൂമുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ് എല്ലാം. അപ്പം നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ഏരിയയുടെയാണ് ഇത്. അതായി കാണുന്ന ഭാഗം ഡൈനിങ് ഹാളിൻ്റെ ഭാഗമാണ്. നമുക്ക് എത്ര വലിയ
ഡൈനിങ് ടേബിൾ ഇട്ടാലും ഇതാ കാണുന്ന ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. എന്നാലും നല്ല സ്പേസ് ഉണ്ട്. ഇതാ കാണുന്ന ഭാഗം. അവിടുന്ന് നമ്മൾ മറ്റൊരു റൂമിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇത് നല്ല വലിപ്പമുള്ള ഒരു റൂമാണ്. ഇതിൻ്റെ അകത്ത് കോട്ടൊന്നും ഇട്ടിട്ടില്ല, എന്നാലും അത് ബെഡ്റൂമാണ്. ഇതിൻ്റെ അകത്ത് 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ഒന്ന്, ഇത് അറ്റാച്ച്ഡ് ആണ്. 2 അറ്റാച്ച്ഡും 2 കോമണും, അങ്ങനെ 4 ബാത്റൂമുകളോട് കൂടിയ ഒരു വീടാണ്. ഇതിൻ്റെ അകത്ത് AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. AC റൂമാണ്. അല്പം പഴക്കമുണ്ടെങ്കിലും നല്ല വിശാലമായിട്ട് കിടക്കുന്ന റൂമാണ്. അതുപോലെ തന്നെ നല്ലൊരു ഏരിയയിൽ പള്ളിയും സ്കൂളും ഒക്കെ നമുക്ക് അടുത്തുണ്ട്. ബസ് റൂട്ടിലേക്ക് 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അയർക്കുന്നം, കിടങ്ങൂര്, മണർകാട്, കോട്ടയൊക്കെ പോകുന്ന ബസ് റൂട്ടിലേക്ക് നമുക്ക് 1 കിലോമീറ്റർ ദൂരം. ഇതിൻ്റെ വില ഞാൻ ഒരിക്കൽ കൂടി പറയാം. 55 സെൻറ്റ് സ്ഥലവും ഈ വീടിനൂടി സെല്ലർ ചോദിക്കുന്ന വില 52 ലക്ഷം രൂപയുള്ളൂ. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. നമുക്ക് വീട് സ്ഥലവും കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സെല്ലറുമായിട്ട് നേരിട്ട് സംസാരിച്ച് വിലയിൽ ധാരണയാകാവുന്നതാണ്. ഈ വീടിനെ പറ്റിയുള്ള ഇപ്പം കിച്ചൻ്റെ ഭാഗമാണ്. 2 കിച്ചണുണ്ട്. ഒന്ന് മെയിൻ കിച്ചണും രണ്ടാമത് ഒന്ന് നമ്മുടെ വർക്ക് ഏരിയ ആയിട്ടൊക്കെ ഉള്ള ഇത്. പിന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഫ്രിഡ്ജ് വെക്കാനുള്ള ഭാഗങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ പോർഷൻസ് വേറെ റൂമായിട്ട് നമുക്കുണ്ട്. അതൊന്നും കൂട്ടാതെ തന്നെ നമുക്ക് 4 ബെഡ്റൂമുകളുണ്ട്. ഇതൊക്കെ ഇത് സ്റ്റോർ റൂമായിട്ടും അതൊരു ബാത്റൂമാണ്. അങ്ങനെ കോമൺ ആയിട്ടുള്ള ഇത്. അവിടെ നിന്നാണ് നമ്മൾ രണ്ടാമത്തെ കിച്ചൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഫ്രിഡ്ജ് വെക്കാനുള്ള ഏരിയ ആണിത്. ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8156873501. കിടങ്ങൂരിൽ നിന്നും, കിടങ്ങൂർ സിഗ്നലിൻ്റെ അവിടെ നിന്ന് കൂട്ടുവാണെങ്കിൽ 3 കിലോമീറ്റർ സ്ട്രെയിറ്റ് നമ്മൾ അയർക്കുന്നം റൂട്ടിൽ പോയിട്ട് 1 കിലോമീറ്റർ നമ്മൾ ഉള്ളിലേക്ക് പോകും. അങ്ങനെയുള്ള ഒരു വീടും സ്ഥലവുമാണ്.